ഞാൻ ഈ സ്റ്റുഡിയോയിൽ കയറുന്നതിനായിട്ട് മുന്നേ എല്ലാവരോടും നന്ദി പറയണം തോന്നി. അപ്പോൾ എല്ലാവർക്കും നന്ദി, എല്ലാവരും പ്രാർത്ഥിക്കണം. സമയം ഏകദേശം ഒരു 12:30-12:45. അപ്പോൾ നാളെ നമ്മുടെ ബിജുവിൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ അത് ആ പാട്ടുകൾ എഴുതിയൊരു പയ്യനുണ്ട്. അപ്പോൾ അവനെ നമ്മൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വന്തമായി കഷ്ടപ്പെട്ട് എഴുതിയ 5 പാട്ട് നമ്മളെ ബിജുവിന് വേണ്ടി കൊടുത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ആളെ മുന്നേ നമുക്കറിയില്ല, എന്നെ ആൾക്കും അറിയില്ല. പക്ഷെ ആളെന്നെ വിശ്വസിച്ചിട്ടാണ് ഈ രാത്രി കൊല്ലത്തുനിന്ന് ഗുരുവായൂർ വരെ വന്നത്. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ്. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനാണ്. അയാളെ പിക്ക് ചെയ്ത് റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ കൊണ്ടുപോയി ആക്കി രാവിലെ 6 മണിക്ക് എണീറ്റ് റെക്കോർഡിങ്ങിന് പോകണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിജുക്കുട്ടിന് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതിയൊരു മനുഷ്യൻ, അഭിനന്ദ്. ആദ്യമായിട്ട് പരിചയപ്പെട്ടാണ് പേര് മൈൻഡ് നിൽക്കല്. ഇന്നലെയാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ആ 4 മണിക്ക് വിളിച്ച് 6:45 ആൾ ട്രെയിനിങ് കയറി. ഇല്ലേ, ഇത് വിശ്വാസമുണ്ടോ? നമ്മൾ മുന്നേ കണ്ടിട്ടില്ല, ഇതാക്കിയിട്ടില്ല. അത് പുള്ളി ആദ്യം കണ്ട് ഒരിതില്ലല്ലോ. വോയിസ് കേട്ടു, ഇഷ്ടപ്പെട്ടു. ഒരു കലാകാരൻ എന്നുള്ള ഒരു നിലയ്ക്ക്, ഞാനൊരു കലാകാരൻ എന്നുള്ള ഒരു നിലയ്ക്ക് മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യുക, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ബിജുവിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ് ആണ്. ആള് ഭയങ്കര ടെൻഷനാണ്. ആദ്യത്തെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ അവിടെ കാണിക്കാം. ബിജുക്കുട്ടാ, നമ്മള് ആദ്യമായിട്ട് പോവല്ലേ? ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം വാങ്ങിച്ചിറങ്ങിയിട്ടാണ്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ കയറുന്നതിനായിട്ട് മുന്നേ എല്ലാവരോടും നന്ദി പറയണം തോന്നി. അപ്പോൾ എല്ലാവർക്കും നന്ദി, എല്ലാവരും പ്രാർത്ഥിക്കണം.